അങ്ങനെ ISLലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാനോട് 2 ഗോളിന് തോറ്റിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്, അതും കൊൽക്കത്തയിൽ വെച്ച്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ടെക്നിക്കലി, ടാക്ടിക്കലി, ഗെയിം വൈസ്, പാസിംഗ് വൈസ്, അങ്ങനെ കളിയുടെ എല്ലാ മേഖലയിലും ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനേക്കാളും ഒരുപാട് അകലെയായിരുന്നു, ഒരുപാട് താഴെയായിരുന്നു. സത്യം പറഞ്ഞാൽ 2 ഗോളിൽ ഒതുങ്ങി എന്ന് ഓർത്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സമാധാനിക്കാം. കാരണം ആ ഒരു ടീം വെച്ച് നോക്കുമ്പോൾ മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ എത്രയോ മേലെയാണ്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു കെവിൻ യോക്കിന്റെയും മർലോൺ റൂസിന്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതോടുകൂടി കളി ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ കെവിൻ യോക്ക് ആ ഒരു വിങ്ങിൽ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. സോ അടുത്തൊരു മത്സരത്തിൽ മുംബൈ സിറ്റിയുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ചിൽ കൊച്ചിയിൽ കെവിൻ യോക്കും മർലോൺ റൂസും ആ ഒരു ഫസ്റ്റ് 11 ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ഒരു ടീമിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ ഒരു ടോട്ടൽ ഡിഫൻസീവ് ഗെയിമിനാണ് ശ്രമിച്ചത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോൾ നേടാൻ മോഹൻ ബഗാൻ സാധിച്ചു. ഏതായാലും പുതിയ ഫോറിൻ പ്ലേയേഴ്സ് അടങ്ങുന്ന ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിന്റെ ആദ്യത്തെ മത്സരമല്ലേ എന്ന് ഓർത്ത് സമാധാനിക്കാം. 2 ഗോളല്ലേ ആ ഒരു മോഹൻ ബഗാൻ തന്നിട്ടുള്ളൂ എന്ന് ഓർത്ത് സമാധാനിക്കാം. ആൻഡ് ഓൾസോ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ കുറവ് ഈ ഒരു ടീമിനുള്ളതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് കണ്ടിട്ട്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.